തന്തേക്കാൾ മോശം എന്ന ഡയലോഗ് പറഞ്ഞ വ്യക്തിയാണ് നമ്മുടെ കൂടെ ഉള്ളത് ദിനേശ് ഏട്ടൻ. ദിനേശ് ഏട്ടൻ നമസ്കാരം. നിങ്ങൾ പറഞ്ഞ ഈ പെണ്ണുപിള്ളയില്ലേ, ഈ പെണ്ണ്, ഈ കൂതറ പെണ്ണ്, അവള് പഞ്ചായത്ത് മെമ്പർ എന്തോ ആണ്. അതെ അതെ അതെ. അവൾ അവിടെ പോണത് അടിച്ചു പൊളി സ്റ്റൈലിൽ. അവള് മുസ്ലിം ലീഗുകാരല്ല, പറതയും കൃതിയൊന്നുമില്ല, ഒരു പുല്ലുമില്ല അവക്ക്. അവള് മര്യാദയ്ക്ക് അടിച്ചു പൊളിച്ച് മുടിയൊക്കെ വെട്ടിയിട്ട് പറന്നു പോകും, ഏവന്റെ പുറത്തും കയറാന്നുള്ളത്. രണ്ടാമത് പോണത് അവൾ മറ്റേ യോഗത്തിലൊക്കെ പോണത് തലയിൽ തട്ട വിട്ടിട്ട്. ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞിട്ട് ഇതുപോലുള്ള അലവലാദികളെ അവളുടെ സ്വകാര്യ കാറിൽ കയറി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഇപ്പൊ എന്നെയാണെങ്കിൽ കൊണ്ടുപോകാൻ പിണറായി സമ്മതിക്കും? ഞാൻ പാർട്ടിക്കാരനല്ലേ, എന്നെ കൊണ്ടുപോകാൻ സംഭവിക്കും ഇതുപോലെ? ഇത് ഈ കേസ് ഞാനാണെന്ന് വെച്ചോ, ഞാനൊരു സൈബർ ബുള്ളിങ് നടത്തി ഒരാൾ ആത്മഹത്യ, ഒരു പെണ്ണാത്മഹത്യ എന്ന് വെച്ചോ, ഞാൻ എന്നെ ഇന്നലെ മറ്റേ GP കെറ്റിൽ കൊണ്ടുപോകും. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ പോലീസുകാരൻ ഫ്രണ്ടിൽ പോണ്, പുറകിൽ നിന്ന് അവളുടെ കാറിൽ, ലക്ഷറി കാറിൽ പോകണം പോലീസ് സ്റ്റേഷനിലേക്ക്, അമ്മാവിനെ വീട്ടിൽ പോകും പോലെ. ഈ സർക്കാർ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ. ഈ മുഖ്യമന്ത്രി ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ഞാൻ എന്തോ ആരാധനയോടെ കണ്ടിരുന്ന മനുഷ്യൻ എൻ്റെ നേതാവ്. അയ്യേ, കഴുപ്പണം കെട്ട കാര്യങ്ങളല്ലേ ചെയ്യണേ, വേറും വൃത്തികെട്ട. നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. നല്ല അസല് പൊതുക്ക്, വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാരും അറിയട്ടെ. സ്ത്രീ സുരക്ഷ തേങ്ങ ഈ പറഞ്ഞ ബാച്ചുകൾ, ഈ പറഞ്ഞ ഈ ഇപ്പൊ ഒരു ചെറുപ്പക്കാരനെ അടിക്കത്തൊടിക്കോ കൊന്ന എവൾക്ക് സ്ത്രീ സുരക്ഷ കൊടുക്കേണ്ട കാര്യം തോന്നുന്നു? എവിടെ തൂക്കിയെടുത്ത് അകത്തിറണ്ടേ? മര്യാദക്കാരനാണല്ലോ താൻ. ഇതിന്റെ ശരിയായ രീതിക്ക് നല്ല വശമുണ്ടല്ലേ? എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഉണ്ടുണ്ട്, വേണ്ടോളം ഉണ്ട്. അവളങ്ങ് വടകര എവിടെ പോയി ഒളിച്ചിരുന്നിടത്തുനിന്ന് വരണം, സഹായിക്കണം. സ്വന്തം കാറി വന്നോളൂ, ഞങ്ങൾ മുമ്പേ പോകാം. ഒരു മന്ത്രിയാ എസ്കോട്ട് പോയി പോലീസ്. നാണം കെട്ട പണിയല്ലേ ചെയ്യണം? എന്തുകൊണ്ടങ്ങനായി? നിന്റെ കഴിവുകേട് കൊണ്ട്. ഡയബറ്റിക്കായ ഒരു വയസ്സായ മനുഷ്യൻ റോഡിന്റെ സൈഡിൽ നിന്ന് മൂത്രം ഒഴിച്ചാൽ അവന്റെ പുറത്തൂടെ കാറ് കയറ്റി ഇറക്കും എന്ന് പറഞ്ഞാണ് ഈ ശബ്ദം വിറ്റ് ജീവിക്കുന്ന ജന്തു. അവളെ പേര് കേസെടുത്തോ? എടുക്കണ്ടേ? ഒരേ സമയം സെൻസർ ബോർഡിൽ ഇരിക്കും. അതൊന്ന് BJP പിന്തുണയിൽ. UDF ഭരിച്ചിരുന്നപ്പോൾ അക്കാഡമിയിലിരുന്നു. ആരെ പേരിൽ? കോൺഗ്രസിൻ്റെ. ഇപ്പോൾ ഇരിക്കുന്നത് ചലച്ചിത്ര ഇവിടെ KSFDCയിൽ കമ്മ്യൂണിസ്റ്റിൻ്റെ. ഏത് സാരി മാറി കൊടുക്കും? അനാവശ്യം പറയരുത്, ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ. തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. ഇനി ഒരു മൈക്കും ഒരു സൈക്കിളും എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ പോവാ. നെടുമങ്ങാട് നിൽക്കുന്നുണ്ടോ പറഞ്ഞു. ഞാനിപ്പോൾ CPIയുടെ സമുന്നതനായ ഒരു നേതാവിന് ഞാൻ ഒരു മെസ്സേജ് അയച്ചു, 8:15 നിങ്ങളുടെ സീറ്റ് തീരുന്നു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ചേച്ചി, അവർ നിന്നാൽ ജയിക്കാൻ ചാൻസ് ഉണ്ട്. ഞാനിതാ ഇപ്പം ഇവിടെ വെച്ച് പറയുന്നു, 8:15 നോക്കും. അത്ര ജനബന്ധനയാണ് ഈ പെണ്ണുപിള്ളക്ക്. നമ്മൾ കരുതിയ പോലെ ചില്ലറക്കാരനല്ല. പിന്നെ മറ്റുള്ളവരുണ്ടോന്ന് ശബ്ദം വിറ്റ് ജീവിക്കുന്നവരോട് കൊടുത്ത് ആത്മഹത്യ കുറിപ്പാണ് കൊടുത്തത്. ഞാൻ ആത്മഹത്യയാണെങ്കിൽ ദിനേശായിരിക്കും ഉത്തരവാദി എന്നാണ് കൊടുത്തത്. അപ്പം പറയുന്നത് സൈബറിൻ്റെ പൊക്കം. എവളെ തല്ലിക്കൊന്നാവള് ചാവില്ല, അറിയോ? അപാര തൊലിക്കെട്ടിയുള്ള സ്ത്രീ. അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ്? ഇവനല്ലേ ഇതൊന്നും കൊണ്ടത്? ഇവർക്കൊക്കെ എന്ത് പറയാം? വ്യക്തമായ ഒരു നിലപാടുമില്ല. അതിന് മുഖ്യമന്ത്രിയുടെ പൂർണ്ണ പിന്തുണയാണ്. പതുക്കെ പറ, വല്ലവരും കേൾക്കും. വല്ലവരുടെ കക്ക വല്ലവരും പറയുന്ന കേൾക്കാൻ പാടില്ല. റീച്ചിന് വേണ്ടിയാണ് സ്വന്തം അച്ഛനെ അടുത്തിരുത്തി എന്തും ചെയ്യും. പ്രത്യേകിച്ചും എൻ്റെ പാർട്ടിയല്ലേ ഭരിക്കണേ. കമ്മ്യൂണിസ്റ്റുകാരനായ 17 വയസ്സിൽ മെമ്പർഷിപ്പ് ഇട്ട ആളാണ്. എൻ്റെ പാർട്ടിയെ ഭരിക്കണേ. അപ്പം എൻ്റെ മുഖ്യമന്ത്രിക്ക് ആണുങ്ങളെ വേണ്ട. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ തകരാറിലായിരിക്കുന്നു. ഇപ്പം അച്ഛന് മനസ്സിലായില്ലേ? കാരണം അവൻ കമ്മ്യൂണിസ്റ്റ് അല്ലാന്ന് എനിക്കറിയാം. അതെ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ ഞങ്ങളുടെ പാർട്ടിക്ക് ഇപ്പോൾ വേണ്ട. ഇതുപോലെ നടക്കുന്ന പോക്കരികളെ മതി. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ ദീപക് ആത്മഹത്യ ചെയ്ത സമയത്ത് ഫേസ്ബുക്കിൽ പുള്ളിക്കെതിരെ പുള്ളി ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞ ഫേസ്ബുക്കിൽ കുറെ പുരോഗമന തെറ്റാണെന്നാണ് ഞാനും പറയുന്നത്. കാരണം അയാൾ ആത്മഹത്യയല്ല ചെയ്യണ്ട, പോടി പുല്ലേ എന്ന് പറയണ്ടേ. നീ വേണ്ടത് യൂട്യൂബിൽ ഉണ്ടാക്കുമെന്ന് പറയണ്ടേ. ഈ നാടിത് എങ്ങോട്ടാ പോകുന്നത് എന്റെ ഭഗവാനെ? നമ്മുടെ തന്നെ ടൗണിനകത്തുള്ള ഒരു പെൺകുട്ടി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആളെ പേര് ഞാൻ പറയുന്നില്ല, ഒരു അറക്കല. ഇവനൊക്കെ എന്തെങ്കിലും പേര് കാണുമല്ല. കേരളത്തിൽ കാണേണ്ട ഏറ്റവും വലിയ ലക്ഷ്മി ദേവിയാണ്. മനസ്സിലായില്ലേ? വാ തുറന്നാൽ അവൾ പഠിപ്പിക്കുന്ന പിള്ളേരെ കാര്യമൊക്കെയാണ് ഞാൻ ആലോചിക്കട്ടെ. എവളാണ് ഈ അക്ഷരമിട്ട് ജീവിക്കുന്ന സ്ത്രീയുടെ കൂടെ പോയി ഒരുത്തന്നെ കരിയോയിൽ ഒഴിച്ച് എല്ലാരും വിളിച്ചു. കുഴപ്പമില്ല, അവിടെ നിന്നുകൊണ്ട് അടുത്ത അവസാനം പറഞ്ഞ് അടുത്ത് ഞങ്ങൾ പോകുന്നത് ശാന്തുള്ള ദിനേശിന്റെ വീട്ടിലേക്കാണ്. എൻ്റെ അവിടെ വന്നിരുന്ന് എഴഞ്ഞേ പോകുള്ളായിരുന്നു. ഞാൻ കാലിനെ തല്ലി പിടിക്കില്ലേ. എനിക്ക് പാറു എന്ന് പറഞ്ഞൊരു നായുണ്ട്. ഞാനും അവളും മാത്രം മതി, വേറെ ആരും എനിക്ക് വേണ്ട. അവളെ രണ്ടിൻ്റെയും കാലിനെ ഞാൻ തല്ലി പിടിക്കില്ലേ. എഴഞ്ഞു പോയനെ. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. അയാൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. കുടുംബത്തെ കയറി വെട്ടിപ്പറിച്ചിട്ടിട്ട് പോകും. ചേട്ടൻ്റെ മുഖത്ത് മഷി ഒഴിക്കും. മഷിയല്ല, തേങ്ങ ഒഴിക്കും. അവളെ അച്ഛൻ ഒരു ജന്മം ജനിക്കണം. ഈ പറഞ്ഞവളെയൊക്കെ തന്തമാര് ഒരു ജന്മം കൂടെ ജനിക്കണം.
എൻ്റെ ദേഹത്ത് മഷി ഒഴിക്കുക. ശരിക്കും തന്തേക്കാൾ മോശം. അതെനിക്കറിഞ്ഞൂടാ. തന്തേക്കാളും മോശം. തന്തയ്ക്ക് ഒരു കൈക്കുറ്റപ്പാട് പറ്റിയതാണ് ഇതുപോലുള്ള വിടക്കുകൾ ഉണ്ടാക്കിയത്. ഫെമിനിസം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ചേട്ടാ? ഇവിടെ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്നത് നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കും വേണ്ടാത്ത കൂതറകളാണ് അതിൻ്റെ നേതാവായിട്ടൊക്കെ നടക്കുന്നത്. നമ്മളെയാണല്ലോ മച്ചമ്പി. ഇവിടെ ഒരു ഫെമിനിസം ഒരു തേങ്ങയില്ലെന്നേ. രാവിലെ പോയി പകലന്തിയോളം ചുടുകട്ടയും മണലും ഒക്കെ ചുമന്ന് പണിയെടുത്ത് വീട് പോറ്റുന്ന ആ സ്ത്രീയാണ് ഞാൻ ഫെമിനിസം എന്ന് പറയുന്നത്. താൻ കലക്കി ഒരാൺകുട്ടിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. അല്ലാതെ ഇതുപോലെ നടക്കണം. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഐറ്റംസുകൾ ഒരു തടിയും കണ്ണടയൊക്കെ എടുത്ത് വെച്ച് ചുണ്ട് ഇങ്ങനെ വെച്ചിട്ട് നിന്നിട്ട് മറ്റേ ഉണച്ച വർത്തമാനം പറയുന്നതല്ല ഫെമിനിസം. വെറുതെ അല്ല തന്നെ സ്വലയെന്ന് നാട്ടുകാർ വിളിക്കുന്നത്. എന്റെ മുതലാളി അറിയുന്ന വാർത്തകൾ പൊടിപ്പും തൊങ്ങലും ചെയ്ത് നല്ല വെടിപ്പായിട്ട് 4 ആളോട് പറയുന്നതുകൊണ്ട് തെറ്റില്ല. പിന്നെ നമ്മുടെ നാട് നാറിക്കിടക്കുന്നത് നാറിയ വാർത്തയല്ലേ ഉണ്ടാവുള്ളൂ. ഇവരുടെ ഫെമിനിസം എന്ന് പറയുന്നത് പുരോഗമന ചേച്ചിമാർ ഒരു പുരോഗമനവും ഇല്ല. ആണുങ്ങളുടെ തലയിൽ കയറിയിരുന്ന ആണുങ്ങളുടെ തലയിൽ കയറുന്ന അപ്പിടുന്നതല്ല, ആരോടെയും കിടക്കാം. അതാണ് ഫെമിനിസം. ആരുടെയും പോവാം, ഏതും തുറന്നു കാണിക്കാം. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഈ മുല പുറത്ത് കാണിക്കാതിരിക്കാനേ സമരം നടത്തിയ നാടാണ് ഇവിടെ. മനസ്സിലായോ? മാറ് മറയ്ക്കാനുള്ള സമരം നടത്തിയ നാടാണ്. മാറ് കാണിക്കാനുള്ള സമരത്തിനാണ് ഇപ്പം നടക്കുന്നത്. ഞങ്ങളെ സാധനങ്ങളൊക്കെ ഞങ്ങൾ ആരെയും കാണിക്കുന്നു. അലവലാദികൾ അതിനേക്കാണ് ഫെമിനിസം ഒന്നും ഞാൻ പറയില്ല. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. കുറച്ചു കാലായി മനസ്സിൽ അടക്കി വെച്ചിരുന്നൊക്കെ പുറത്തു പറഞ്ഞപ്പോ എന്തൊരാശ്വാസം. എന്റെ പേരിൽ ചിലപ്പോ നാളെ കേസ് എടുക്കുമായിരിക്കും. പേടിയൊന്നും ഇല്ല. ജയിലിൽ പോകണമെങ്കിൽ ജാമ്യം എടുത്തിട്ട് വരും കുറച്ച് ദിവസമൊക്കെ എടുത്തിട്ട്.